ഇൻഫോ സയൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യങ്സ് മോഡുലസ് ഡിറ്റർമിനേഷൻ ആണ്. അതായത് തന്നിട്ടുള്ള ഒരു കാൻഡിലിവർ മെറ്റീരിയലിൻ്റെ കാൻഡിലിവറിൻ്റെ യങ്സ് മോഡുലസ് ഡിറ്റർമിൻ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ് യൂസിങ് പിൻ ആൻഡ് മൈക്രോസ്കോപ്പ് മെത്തേഡ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്നും അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, എങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മളിതിൻ്റെ എയിമിലോട്ട് പോവുകയാണ്. സോ ദ എയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ്. Here, the aim of the experiment is to determine the Young's modulus of the material of a cantilever by measuring the depression at the loaded end using pin and microscope. അടുത്തതായി നമ്മൾ ഇതിൻ്റെ അപ്പാരറ്റസ് റിക്വയറിലോട്ട് പോവുകയാണ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കാൻഡിലിവറാണ്. കാൻഡിലിവർ നമ്മൾ സാധാരണ ഒരു വുഡൻ സ്കെയിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലിൻ്റെ ആണോ യങ്സ് മോഡുലസ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്, ഇപ്പോൾ അലുമിനിയം സ്കെയിലാണെങ്കിൽ അലുമിനിയം സ്കെയിൽ യൂസ് ചെയ്യാം, വുഡൻ സ്കെയിലാണെങ്കിൽ വുഡൻ സ്കെയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഏതിൻ്റെയാണോ നിങ്ങൾക്ക് ആ ഒരു യങ്സ് മോഡുലസ് ഡിറ്റർമിൻ ചെയ്യേണ്ടത് ആ ഒരു മെറ്റീരിയൽ അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എൻഡിൽ നമ്മൾ ഈ ഒരു മൈക്രോസ്കോപ്പ് റീഡിങ്സ് എടുക്കാനായിട്ട് ഒരു പിന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിതിനെ പിൻ ആൻഡ് മൈക്രോസ്കോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് റീഡിങ്സ് നോട്ട് ചെയ്യാനായിട്ട് ഒരു ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് വേണം. അതുപോലെ തന്നെ ഈ ഒരു കാൻഡിലിവറിൽ വെയിറ്റ് ഇടാനായിട്ട് നമുക്ക് അവിടെ സ്ലോട്ടഡ് വെയിറ്റും വെയിറ്റ് ഹാങ്ങറും ആവശ്യമാണ്. ഇത്രയുമാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് മെയിനായിട്ട് വരുന്ന അപ്പാരറ്റസ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വെർനിയർ സ്കെയിലും സ്ക്രൂ ഗേജും യൂസ് ചെയ്യാം. കാരണം ഇത് നമുക്ക് തിക്നെസ്സും ബ്രെഡ്ത്തും ഡിറ്റർമിൻ ചെയ്യണം ഈ യൂസ് ചെയ്യുന്ന കാൻഡിലിവറിൻ്റെ. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ തിയറി ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. ഇവിടെ നമ്മൾ യങ്സ് മോഡുലസ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ കാൻഡിലിവറിൻ്റെ യങ്സ് മോഡുലസ് ഡിറ്റർമിനേഷൻ ഇക്വേഷൻ y is equal to 4mg L³ ഡിവൈഡ് ബൈ b ഇൻറ്റു d³ ആണ്. ഇവിടെ m എന്ന് പറയുന്ന മാസ് ഓഫ് ദ വെയിറ്റ് അറ്റാച്ച്ഡ് ആണ്. നമ്മൾ 50 ഗ്രാം വെയിറ്റ് ആണ് സാധാരണ അവിടെ അറ്റാച്ച് ചെയ്യുന്നത്. g എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. 9.8 m/s എന്ന വാല്യൂ വരുന്ന g എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് എൽ എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദ കാൻഡിലിവർ ആയിരിക്കും. അപ്പോൾ ഡിഫറൻറ്റ് ലെങ്തിലായിരിക്കും നമ്മളിവിടെ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തായിട്ട് ബി എന്ന് പറയുന്ന ബ്രെഡ്ത്ത് ഓഫ് ദ കാൻഡിലിവർ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന കാൻഡിലിവറിൻ്റെ ബ്രെഡ്ത്ത്. ആൻഡ് ഡി വിൽ ബി ദ തിക്നെസ് ഓഫ് ദ കാൻഡിലിവർ. ആൻഡ് ഡെൽറ്റ ഈസ് ദ ഡിപ്രഷൻ ഓഫ് ദ കാൻഡിലിവർ. അപ്പോൾ നമ്മൾ ഈ ഒരു വെയിറ്റ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിപ്രഷൻ ഉണ്ടാവും. ആ ഡിപ്രഷൻ വാല്യൂടെ ഡെൽറ്റ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും വാല്യൂസ് യൂസ് ചെയ്ത് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ നമുക്ക് ആ ഒരു യങ്സ് മോഡുലസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒബ്സർവേഷൻ നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു എയിം എന്ന് പറയുന്നത് ഇവിടുത്തെ L³ ഡിറ്റർമിൻ ചെയ്യുകയാണ്. ലെങ്തിൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ ഡിപ്രഷൻ ഇത് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് പ്രൊസീജിയർ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ എക്സ്പെരിമെൻറ്റിൽ പ്രാക്ടിക്കലി ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് നമ്മളിവിടെ ലെങ്ത് അറേഞ്ച് ചെയ്യും. നമ്മൾ 35 സെൻറ്റിമീറ്ററിനായിരിക്കും ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. ഒരു 3 ടൈംസ് അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് ലെങ്ത്സിനെങ്കിലും എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യണം. ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ 35 സെൻറ്റിമീറ്റർ ലെങ്തിനുള്ള റീഡിങ്സ് ആയിരിക്കും കാണിക്കുന്നത്. ബാക്കി അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് കോളം ലോഡാണ്. നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ലോഡ് W0, W0+1m, W0+2m, W0+3m ആൻഡ് W0+4m ആൻഡ് W0+5m എന്ന രീതിയിലാണ് മാസ് പോകുന്നത്. അപ്പോൾ ഒരു W0യുടെ വാല്യൂ എന്ന് പറയുന്നത് 50 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡെഡ് വെയിറ്റ് ആയിട്ട് അവിടെ അറ്റാച്ച് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ലോഡിങ്ങിൻ്റെയും അൺലോഡിങ്ങിൻ്റെയും വാല്യൂസ് നോട്ട് ചെയ്യുക. ദെൻ അതിൻ്റെ മീൻ എടുക്കുക. അതിനുശേഷം ഡിപ്രഷൻ ഫോർ എ ലോഡ് 3m ഡിറ്റർമിൻ ചെയ്യുക. ലാസ്റ്റായിട്ട് മീൻ ഡിപ്രഷൻ നമുക്ക് കിട്ടും. അത് ഡെൽറ്റയുടെ വാല്യൂ ആയിരിക്കും. ഫൈനൽ കോളം എന്ന് പറയുന്നത് L³ കോളമാണ്. അപ്പോൾ ഇത്രയും ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ L³ വാല്യൂ കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഡിഫറൻറ്റ് ലോഡ് വെച്ചിട്ട് ഡിപ്രഷൻ്റെ വാല്യൂ ഡെൽറ്റയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് പ്രൊസീജിയറായിട്ട് വരുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ പ്രൊസീജിയർ ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. ഒരു കാൻഡിലിവർ പിൻ ആൻഡ് മൈക്രോസ്കോപ്പ് മെത്തേഡിന് വേണ്ടി ഇതുപോലെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം. ഇവിടെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ട്രാവലിംഗ് ടെലസ്കോപ്പ് മൈക്രോസ്കോപ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാൻഡിലിവർ നമ്മളൊരു വുഡൻ ടേബിളിൻ്റെ എൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ലാബ്സിൽ പല രീതിയിലായിരിക്കും കാൻഡിലിവേഴ്സ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക അത്. അപ്പോൾ നമ്മൾ ഇത്രയും അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ആ ഒരു ടെലസ്കോപ്പിൻ്റെ റീഡിങ്സ്, മൈക്രോസ്കോപ്പിൻ്റെ ഐ പീസ് വഴി റീഡിങ്സ് അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ ആദ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് നമുക്ക് ആ ഒരു പിന്ന് കാണുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമ്മുടെ ഐ പീസ് വ്യൂ എന്ന് കാണിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൻ്റെ ഐ പീസ് വ്യൂ ആണ്. അപ്പോൾ അത് നിങ്ങൾ കെയർഫുള്ളായിട്ട് നോക്കുക. അതായത് നമുക്ക് എപ്പോഴാണോ ഈ ഒരു കറക്റ്റ് ആ ഒരു പിന്ന് ഒക്കെ നമ്മൾ വെച്ചിട്ടുള്ള പിന്ന് കാണാൻ പറ്റുന്നത്, അപ്പോഴാണ് നമുക്ക് അവിടെ കറക്റ്റായിട്ട് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ റീഡിങ്സ് എടുക്കാൻ സാധിക്കും. നമ്മൾ ട്രാവലിംഗ് മൈക്രോസ്കോപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റീഡിങ്സ് നോട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഡെഡ് വെയിറ്റ് ആദ്യം ഈ ഒരു സ്കെയിലിൽ, നമ്മളിപ്പോൾ കാൻഡിലിവറിന് സ്കെയിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്കെയിൽ എന്ത് ചെയ്യുക, അറ്റാച്ച് ചെയ്യുക. സ്കെയിലോട്ട് ഒന്നെങ്കിലും ഒരു ക്ലിപ്പ് കാണും അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു വെയിറ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ലെങ്ത് കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ലെങ്ത് നമ്മൾ ആ ഒരു ഫസ്റ്റ് കോളത്തിൽ നോക്കുക. 35 × 10⁻², 35 സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ റീഡിങ്സ് നോക്കിയെടുത്ത് എന്ത് ചെയ്യുക,
ആ ലെങ്ത് കറക്റ്റായിട്ട് വയ്ക്കുക. സ്കെയിൽ വയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും 35 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ സ്കെയിൽ നമ്മളിപ്പോൾ 35 സെൻറ്റിമീറ്ററിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 35 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ക്യാൻഡിലിവറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇത് വെച്ചതിന് ശേഷം അടുത്തതായിട്ട് എന്ത് ചെയ്യുക, ഇവിടെ മാസ് അറ്റാച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡെഡ് വെയിറ്റ് അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ W0 വാല്യൂ എന്ന് പറയുന്നത്. ഇനി അവിടെ സ്കെയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ, ആ ഒരു സ്കെയിലിൻ്റെ ടിപ്പിലിരിക്കുന്ന ആ ഒരു പിന്ന്. ഓക്കെ, അത് കറക്റ്റ് ആ ഒരു മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റുന്നുണ്ടോ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യുക. നമ്മളുടെ മൈക്രോസ്കോപ്പ് ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് ആ പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ഐ പീസ് കൂടി നോക്കുക ആ ഒരു പിന്ന് കറക്റ്റായിട്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് ആ പിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ മാത്രം പോരാ, ആ ഒരു ക്രോസ് വയർ കറക്റ്റായിട്ട് ആ ഒരു പിന്ന് ടച്ച് ചെയ്യണം. എന്നാലും നമുക്ക് ആ ഒരു റീഡിങ്സ് അല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു വെയിറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ എത്രത്തോളം ഡിപ്രഷൻ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മെഷർ ചെയ്ത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതായത് കറക്റ്റായിട്ട് ആ ഒരു പിന്നിനെ ക്രോസ് വയറിൽ ടച്ച് ചെയ്യിപ്പിക്കാം. നമ്മൾ ക്രോസ് വയറിൽ കറക്റ്റായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ റീഡിങ്സ് എടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് നമ്മൾ റെഡിയാക്കി നിർത്തിക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു ടേബിളിൽ നമ്മൾ എവിടെയാണ് ക്യാൻഡിലിവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ടേബിളിൽ ചെറിയൊരു ഷേക്കിങ്ങോ അല്ലെങ്കിൽ വൈബ്രേഷൻസോ ഉണ്ടാകാൻ പാടില്ല, അത് ടച്ച് ചെയ്യാനും പാടില്ല. എങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഈ ഒരു ക്യാൻഡിലിവർ ഒന്ന് ഓസ്റ്റേറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, ചെറുതായിട്ടൊരു വൈബ്രേഷൻ ഉണ്ടാവും, നമ്മുടെ റീഡിങ്സിനകത്ത് ബാധിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഒരു റെസ്റ്റിംഗ് പൊസിഷനിൽ തന്നെ എന്ത് ചെയ്യണം, ആ ഒരു വെയിറ്റും ആ ക്യാൻഡിലിവർ എല്ലാം നിൽക്കണം. ഇപ്പോൾ നമുക്ക് റീഡിങ്സ് നോക്കാം. ഇപ്പോൾ നമ്മുടെ വെർനിയർ സ്കെയിൽ റീഡിങ്സ് നമുക്ക് നോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൽ റീഡിങ്സ് നോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 8.651 എന്ന റീഡിങ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലോഡിംഗ് ടേബിളിൽ ആ ലോഡിംഗ് കോളത്തിൽ ഫസ്റ്റ് ആ W0 വാല്യൂ ആയിട്ട് അവിടെ നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് W0 വാല്യൂ ആയിട്ട് ഇതിനെ നോട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ റീഡിങ്സ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലോട്ട് അടുത്ത മാസ് അറ്റാച്ച് ചെയ്യുക എന്നതാണ്. നെക്സ്റ്റ് മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു W0+1m എന്ന് പറയുന്നത് ഈ ഒരു മാസ് എന്ത് ചെയ്യുക, അവിടെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ W0 മാസ് വെച്ചിട്ടുണ്ട്, +1m എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് അഡീഷണലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 50 ഗ്രാം കൂടി അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ആ ഒരു മാസ് അറ്റാച്ച് ചെയ്യാൻ പോവാണ് ഇവിടെ. അപ്പോൾ കെയർഫുള്ളായിട്ട് നോക്കുക, നമ്മളൊരു മാസ് എടുക്കുന്നു, അതിനെന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു വെയിറ്റ് ഹാങ്ങറിൽ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ സ്റ്റോപ്പായിട്ട് വേണം റീഡിങ്സ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ റീഡിങ്സിൽ ചെറിയ മിസ്റ്റേക്ക് വരും. അപ്പോൾ അതൊന്ന് കെയർഫുള്ളായിട്ട് നോക്കുക. ഇനി നമ്മൾ വീണ്ടും ടെലസ്കോപ്പ് ഒന്ന് റീ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ ആ ഒരു റീഡിങ്സ് നോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ റീഡിങ്സ് നോട്ട് ചെയ്യുക. ഈ ഒരു സമയത്ത് നമുക്കവിടെ അതിൻ്റെ റീഡിങ്സ് വരുന്നത് കറക്റ്റായിട്ട് അത് നോക്കുക, ഫോക്കസ് ചെയ്തെടുക്കുക. കറക്റ്റ് ആ ഒരു ക്രോസ് വെയർ പിന്നെ കറക്റ്റായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ നമുക്കിപ്പോൾ റീഡിങ്സ് കിട്ടുന്ന 8.515 എന്ന റീഡിങ്സ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് കോളത്തിലോട്ട്, അതായത് ലോഡിങ്ങിൻ്റെ തന്നെ സെക്കൻഡ് സെക്ഷനിൽ W0+1m എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലോട്ട് നമുക്ക് നോട്ട് ചെയ്ത് കൊടുക്കാം. നോട്ട് ചെയ്തു. ഇനി അടുത്ത് വീണ്ടും ചെയ്യേണ്ടത്, ഇനി ഇതുപോലെ വെയിറ്റ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. W0+5m വരെ ഇതുപോലെ ഓരോ വെയിറ്റ് ആയിട്ട് ആഡ് ചെയ്യുക. കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ വാല്യൂസ് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഇത് കാണിച്ചിട്ടുണ്ട്, നമ്മൾ വെയിറ്റ് ആഡ് ചെയ്തു, അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വാല്യൂസ് നോട്ട് ചെയ്തിട്ടുണ്ട് W0+5m വരെ. അപ്പോൾ W0+1m തൊട്ട് W0 മുതൽ W0+5m വരെ എന്ത് ചെയ്യണം, വെയിറ്റ് നമ്മളവിടെ ആഡ് ചെയ്യണം. അപ്പോൾ W0 എന്ന് നമ്മുടെ ഡെഡ് വെയിറ്റ് ആണ്. ഓക്കെ, ഡെഡ് വെയിറ്റ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ 50 മാസ് വെച്ച് ആഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത്രയും കഴിയുന്ന സമയത്ത് നമ്മുടെ ലോഡിംഗ് ടേബിൾ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ആ ലോഡിംഗ് സെക്ഷൻ്റെ ടേബിൾ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വരുന്ന അവിടുത്തെ അൺലോഡിംഗ് ടേബിളാണ്. അപ്പോൾ അൺലോഡിംഗ് ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട്, അപ്പോൾ അൺലോഡിങ്ങിൻ്റെ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ ആ ഒരു W0+5m എന്ന് പറയുന്ന ആ ഒരു വാല്യൂ തന്നെയാണ്. W0+5m തന്നെയാണ് നമ്മുടെ അൺലോഡിങ്ങിൻ്റെയും ഫസ്റ്റ് കോളം. അൺലോഡിങ് നമ്മൾ താഴെ ഇത് മുകളിലോട്ടാണ് ചെയ്ത് പോകുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് അൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് നമുക്ക് അൺലോഡ് ചെയ്ത റീഡിങ്സ് കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് അൺലോഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്ന ഈ W0+5m എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ അത് ഈ ഒരു റീഡിങ്സ് തന്നെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അതുപോലെ അങ്ങ് എഴുതുക. 7.849 എന്ന വാല്യൂ തന്നെ എന്ത് ചെയ്യുക, അവിടെ നോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ W0+5mൻ്റെ വാല്യൂ 7.849 ആണ്. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് അൺലോഡ് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് വെച്ച ഒരു മാസ് ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് അൺലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് W0+4mൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഫസ്റ്റ് അതിനെ അൺലോഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അൺലോഡ് ചെയ്തതിന് മാറ്റി. അപ്പോൾ മാറ്റുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യാം, ആ ഒരു നിങ്ങൾ ഐ പീസ് വ്യൂ നോക്കിയാൽ മനസ്സിലാവും, അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പിന്നിൻ്റെ പൊസിഷൻ ക്രോസ് വെയറിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ അതിനൊന്ന് റീ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊന്ന് റീ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടെലസ്കോപ്പിൽ കൂടി കറക്റ്റ് ആ ഒരു ഒബ്സർവേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ആ ഒരു പിന്നിനെ കാണാൻ പറ്റുന്നുണ്ടോ, ക്രോസ് വെയർ ടച്ച് ചെയ്ത് നിൽക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ ക്രോസ് വെയർ ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ കിട്ടുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് 8.042 എന്ന വാല്യൂ ആണ് W0+4mന് അവിടെ കിട്ടുന്നത്. അതവിടെ നോട്ട് ചെയ്യുക. ഇതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വാല്യൂസും എന്ത് ചെയ്യുക, ഇവിടെ നോട്ട് ചെയ്ത് കൊടുക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് W0+3m ഓരോ വെയിറ്റും അൺലോഡ് ചെയ്യാൻ, ഇപ്പോൾ എല്ലാ വെയിറ്റ് അൺലോഡ് ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഓരോ വെയിറ്റും W0+3m അടുത്തൊരു വെയിറ്റ് മാറ്റുക. W0+2m റിമൂവ് ചെയ്യുക. W0+1m റിമൂവ് ചെയ്യുക. ലാസ്റ്റ് ഡെഡ് വെയിറ്റ് W0 തന്നെ നിൽക്കുക.
അപ്പോൾ ഇതിൽ നമുക്കിനി എന്ത് ചെയ്യാം, ഇത്രയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒബ്സർവേഷൻ സെക്ഷനിലോട്ട് മൂവ് ചെയ്യാം. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ ഒബ്സർവേഷൻ ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. നമ്മൾ റീഡിങ്സ് എല്ലാം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ലോഡിങ്ങിൻ്റെ കോളം അൺലോഡിങ്ങിൻ്റെ കോളം ഇതുപോലെ ഫില്ലായിട്ട് കിട്ടും. അപ്പോൾ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ലോഡിങ്ങിലും അൺലോഡിങ്ങിലും ഏകദേശം നമുക്ക് സിമിലർ വാല്യൂസാണ് വരേണ്ടത്. ഇപ്പോൾ ലോഡിങ്ങിൽ WC വാല്യൂ 8.651 വന്നെങ്കിൽ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 8.65 അല്ലെങ്കിൽ 653 ആ ഒരു റേഞ്ചിലൊക്കെ വരേണ്ടത്. ഒരുപാട് ഡിഫറൻസ് വരത്തില്ല. ഇപ്പോൾ അവിടെ 8.6 വന്നെങ്കിൽ ഇവിടെ 8.7 അങ്ങനെ ഒരിക്കലും വരത്തില്ല. അപ്പോൾ ഏകദേശം ഒരു കറക്റ്റ് എക്സാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു വാല്യൂ തന്നെയാണ് അവിടെ വരേണ്ടത്. അതിൽ ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ വരാം, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അത് നോക്കുക. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ ലോഡിങ്ങിൻ്റെയും അൺലോഡിങ്ങിൻ്റെയും വാല്യൂസിനെ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മീൻ വാല്യൂസ് എടുക്കുക. ഓക്കെ, ഡിവൈഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് മീൻ വാല്യൂസ് കിട്ടും. അപ്പോൾ അത് നമ്മൾ R0, R1, R2, R3, R4 ആൻഡ് R5 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 35 സെൻറ്റിമീറ്ററിന് വേണ്ടിയുള്ള റീഡിങ്സ് മാത്രമാണ്. പക്ഷേ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് 35 സെൻറ്റിമീറ്റർ മാത്രമല്ല, മിനിമം 3 ഡിസ്റ്റൻസ് എങ്കിലും കാൻഡിലിവറിൻ്റെ ലെങ്ത് നമ്മൾ ഫസ്റ്റ് ആ ഒരു സ്കെയിൽ ഫിക്സ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു ലെങ്ത് 3 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ 35, അടുത്ത് 40, അടുത്ത് 45, അങ്ങനെ 3 തവണയെങ്കിലും എന്ത് ചെയ്യുക, ആ ഒരു ലെങ്ത് അവിടെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് വേണം എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട്. എന്നാലും നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് അവിടെ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒറ്റ സെറ്റ് വാല്യൂസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, 35 ലെങ്തിന് മാത്രമുള്ളത്. അങ്ങനെ നമുക്ക് മീൻ ലെങ്ത് കിട്ടിയിട്ടുണ്ട്. കിട്ടിയതെല്ലാം സെൻറ്റിമീറ്റേഴ്സിലാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ഡിപ്രഷൻ ഫോർ എ ലോഡ് 3M അടുത്ത കോളം ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് R3 മൈനസ് R0, R4 മൈനസ് R1 ആൻഡ് R5 മൈനസ് R2 ഇതാണ് ഇക്വേഷൻസ്. അപ്പോൾ ഫസ്റ്റ് R0 വാല്യൂയിൽ നിന്നും R3 വാല്യൂയിൽ നിന്നും R0 വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. അടുത്ത R4 വാല്യൂയിൽ നിന്നും R1 വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക ആൻഡ് R5 വാല്യൂയിൽ നിന്നും R2 വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കേസിൽ കിട്ടുന്ന 0.467 എന്നാണ്, സെക്കൻഡ് കേസ് 0.475 ആൻഡ് ഫൈനൽ കേസ് 0.472 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഡിപ്രഷൻ ഫോർ എ ലോഡ് 3M. ഓക്കെ, 3M ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിപ്രഷൻ വാല്യൂസ് ആണ് കിട്ടിയത്. ഇനി ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ടാബുലർ കോളത്തിന് തന്നെ ഒരു മീൻ വാല്യൂ എടുക്കുക. മീൻ വാല്യൂ അപ്പോൾ നമുക്ക് എന്ത്, ഇപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ച 3 ഒബ്സർവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ഇപ്പോൾ ഞാനൊരു കളർ കാണിച്ചിരിക്കുന്ന മജൻഡ കളർ കാണിച്ചിരിക്കുന്ന ആ 3 ഒബ്സർവേഷൻ്റെയും മീൻ വാല്യൂ എടുക്കുക. അതാണ് അവിടെ മീൻ വാല്യൂ കിട്ടുന്നത്. മീൻ വാല്യൂ എത്ര കിട്ടുന്നത്? 0.471 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അത് ആ ഒരു കോളത്തിലെ മീൻ വാല്യൂ ആണ്. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3M വാല്യൂസാണ്. ഡിപ്രഷൻ ഫോർ എ ലോഡ് 3M. ഇനി അതിനെ എന്ത് ചെയ്യണം, നമുക്ക് എമ്മിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ കിട്ടിയ മീൻ വാല്യൂ ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. ആ ഒരു സമയത്ത് നമുക്ക് മീൻ ഡിപ്രഷൻ ഫോർ എ ലോഡ് M കിട്ടും. അതാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ M മാസിന് 50 ഗ്രാം മാസിന്, M എന്ന് പറയുന്നത് 50 ഗ്രാം മാസാണ്. 50 ഗ്രാം മാസിന് വരുന്ന ഡിപ്രഷൻ എത്രയാണ് എന്നാണ് നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ കിട്ടിയ ഈ 0.471 ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. 3 ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 0.157 × 10⁻² വരും. കാരണം സെൻറ്റിമീറ്ററാണ് കിടന്ന് നമ്മൾ അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് ടാബുലർ കോളം എന്ന് പറയുന്നത് LQ/ഡെൽറ്റയുടെ ടാബുലർ കോളമാണ്. L എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദ കാൻഡിലിവർ. ഹിയർ വി ആർ ടേക്കിംഗ് ടെസ്റ്റ് 35 × 10⁻² മീറ്റർ ഡിവൈഡ് ബൈ ഡെൽറ്റയുടെ വാല്യൂ 0.157 × 10⁻². നമുക്ക് 27.308 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ആ ഒരു LQ/ഡെൽറ്റയുടെ വാല്യൂ ഫോർ ദ ലെങ്ത് 35 സെൻറ്റിമീറ്റർ. 35 സെൻറ്റിമീറ്ററിന് ചെയ്ത സമയത്ത് കിട്ടിയ ലെങ്താണ് 27.308 എന്ന് പറയുന്നത്. ഇനി ഇതേ എക്സ്പെരിമെൻറ്റ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. 2 തവണയെങ്കിലും മിനിമം റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ 35 ചെയ്തെങ്കിൽ അടുത്ത 40 ചെയ്യുക, അടുത്തൊരു 45 റിപ്പീറ്റ് ചെയ്യുക. ചെയ്തതിന് ശേഷം ഈ 3 വാല്യൂസ്, അപ്പോൾ 3 പ്രാവശ്യം നമുക്ക് LQ/ഡെൽറ്റയുടെ വാല്യൂസ് കിട്ടും. അപ്പോൾ ഇത് 3 എടുത്ത് എന്ത് ചെയ്യാം, അതിൻ്റെ മീൻ വാല്യൂ എടുക്കുക. ഓക്കെ, മനസ്സിലാവും. ലാസ്റ്റത്തെ കോളത്തിൽ 3 വാല്യൂസ് കിട്ടും, 435, 40 ആൻഡ് 45. അപ്പോൾ അതിൻ്റെ മീൻ വാല്യൂസ് എടുക്കണം. ആ ഒരു മീൻ വാല്യൂ ആണ് ഇവിടെ LQ/ഡെൽറ്റയുടെ വാല്യൂ 23.455 മീറ്റർ സ്ക്വയർ എന്ന് എടുത്തിരിക്കുന്നത്. LQ/ഡെൽറ്റയുടെ യൂണിറ്റ് എന്ന് പറയുന്ന മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യങ്സ് മോൾസിൻ്റെ ഇക്വേഷനിലോട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് അവിടെ യങ്സ് മോൾസിൻ്റെ ഇക്വേഷൻ 4mg × LQ/ഡെൽറ്റ × B/d³ എന്നാണ് ഇക്വേഷൻ വരുന്നത്. അതിൽ നമ്മൾ ഈ ബ്രെഡ്ത്ത് ഓഫ് ദ കാൻഡിലിവർ നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. അതുപോലെ തന്നെ തിക്നെസ് ഓഫ് ദ കാൻഡിലിവറും ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ അത് സ്ക്രൂ ഗേജും യൂസ് ചെയ്ത് അവിടെ ബ്രെഡ്ത്തും തിക്നെസ്സും ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. ബ്രെഡ്ത്ത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് വെർനിയർ സ്കെയിലും തിക്നെസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സ്ക്രൂ ഗേജും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ബ്രെഡ്ത്ത് കിട്ടുന്നത്, ബ്രെഡ്ത്ത് ഓഫ് ദ കാൻഡിലിവർ വിച്ച് വിൽ ബി ഈക്വൽ ടു B is equal to 2.6 × 10⁻² meter and the thickness of the cantilever D is equal to 6.85 × 10⁻³ meter എന്നാണ് കിട്ടുന്നത്. ആൻഡ് മാസ് ഓഫ് ദ വെയിറ്റ് അറ്റാച്ച്ഡ് എമ്മിൻ്റെ വാല്യൂ 50 × 10⁻³ കിലോഗ്രാമാണ്. അതായത് നമ്മളവിടെ അറ്റാച്ച് ചെയ്യുന്നത് ഓരോ പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന വെയിറ്റ് ആണ്. നമ്മൾ സ്ലോട്ടഡ് വെയിറ്റ് എല്ലാം 50 ഗ്രാമിൻ്റെയാണ് നമ്മളവിടെ അറ്റാച്ച് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് 50 ഗ്രാം എന്ന് കിട്ടാം. 50 × 10⁻³ കിലോഗ്രാം എന്നാണ് കിട്ടുന്നത്. ആൻഡ് ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്, കോൺസ്റ്റൻ്റ് ആണ്, 9.8 m/s ആണ്. സോ ഈ വാല്യൂസ് എല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യങ്സ് മോഡൽസിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഫൈനൽ ആൻസർ 5.356 × 10⁻⁹ m² എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ യങ്സ് മോഡൽസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് യങ്സ് മോഡൽസിൻ്റെ വാല്യൂസ് എപ്പോഴും വരുന്നത് 10⁻⁹ എന്ന ആ ഒരു പവറിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ പവർ കറക്റ്റ് ആണെന്ന് നോക്കുക. യൂണിറ്റ് Nm/m². അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു കാൻഡിലിവർ പിൻ ആൻഡ് മൈക്രോസ്കോപ്പ് മെത്തേഡിൽ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ യങ്സ് മോഡൽസ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യങ്സ് മോഡൽസ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് വുഡൻ സ്കെയിലാണെങ്കിൽ ഏകദേശം സിമിലർ വരാം. എന്നാലും വുഡൻ്റെ ഇതിൽ തന്നെ പല രീതിയിലും ചെറിയൊരു വേരിയേഷൻസ് അവിടെ വരാം, നമ്മൾ ചെയ്യുന്നതനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ പിന്നെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വുഡൻ അല്ല, ഇപ്പോൾ സ്റ്റീലോ അലുമിനിയോ, നിങ്ങൾക്ക് പ്രോജക്റ്റ് ബേസ് ചെയ്തൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്ത് നോക്കാം. ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൻ്റെ യങ്സ് മോഡൽസ് നമുക്ക് ഈ ഒരു മെത്തേഡ് കാൻഡിലിവർ മെത്തേഡ് പിന്നെ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയ 5.356 × 10⁻⁹ Nm/m² എന്നാണ് കിട്ടിയത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ റിസൾട്ട് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. Here the result is the Young's modulus of the material of the cantilever is equal to 5.356 × 10⁻⁹ Nm/m². അപ്പോൾ ഒരു പിൻ ആൻഡ് മൈക്രോസ്കോപ്പ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നിട്ടുള്ള ഒരു കാൻഡിലിവറിൻ്റെ യങ്സ് മോഡൽസ് മെറ്റീരിയലിൻ്റെ യങ്സ് മോഡൽസ് ഡിറ്റർമിൻ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു പ്രാക്ടിക്കൽ സെക്ഷനുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്.